കണ്ണൂർ മട്ടന്നൂരിൽ വെട്ടേറ്റ 3 CPIM പ്രവർത്തകർ ചികിത്സയിൽ തുടരുന്നു. ബ്രാഞ്ച് കമ്മിറ്റി അംഗം ലതീഷ്, പ്രവർത്തകരായ സുനോബ്, റിജിൽ എന്നിവരാണ് ഇന്നലെ രാത്രി ആക്രമണത്തിന് ഇരയായത്. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്നാണ് CPIMന്റെ ആരോപണം. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന CPIM പ്രവർത്തകരെ ഒരു സംഘം RSS പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ റിജിലുമായുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഏറ്റവും പുതിയ വിവരം? ഒപ്പം എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്? ഈ റിജിലുമായുണ്ടായ ഒരു വാക്കുതർക്കം എന്ന് പറയുന്നു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശ്രുതി, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ മട്ടന്നൂർ ഇടവേലിക്കലിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത്. RSS പ്രവർത്തകർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. CPM പ്രവർത്തകരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിലവിൽ എന്തായാലും ഇവരുടെ ആരോഗ്യസ്ഥിതി, ഒരാളുടെ നില അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബാക്കി രണ്ടുപേരുടെയും സാരമായ പരിക്കാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയത്ത് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും ഇത്തരത്തിലുള്ള അതിന്റെ ഭാഗമായി തന്നെ കൃത്യമായ രീതിയിലുള്ള പരിശോധനയും ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഇല്ലാതാക്കണമെന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. 3 പേർക്കാണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ലതീഷ് എന്ന് പറയുന്നത് CPIMന്റെ ഇടവേലിക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ബാക്കി 2 പ്രവർത്തകരാണ്. സനോബും അതുപോലെ തന്നെ റിജിലും CPIMന്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരാണ്. ഈ റിജിലുമായി ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഈ വെട്ടേറ്റിട്ടുള്ള റിജിലുമായി അരമണിക്കൂർ മുമ്പ് തന്നെ ഈ വെട്ടാനെത്തിയ സംഘത്തിലെ ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ സംഘടിതമായി എത്തി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴിയിലും ഈ റിജിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മട്ടന്നൂരിലാണ് 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റത്. ഇവർ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ഇതിൽ ഒരാളുടെ നില കുറച്ച് ഗുരുതരമാണ്, മറ്റു 2 പേർക്ക് സാരമായ പരിക്ക് ഇല്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.